ശ്രീ പ്രശാന്ത്, ഈ ബലൂചിസ്ഥാൻ ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ചലനമുണ്ടല്ലോ, അത് പാകിസ്ഥാനിൽ ഏത് തരത്തിലായിരിക്കും സംഭവിക്കുക? ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ഒരു വലിയ ഏരിയയായത്. പാകിസ്ഥാനിനകത്ത് അന്ന് ഈ ബലൂച്ച് പിടിച്ചെടുക്കുന്നത് തന്നെ പാകിസ്ഥാൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയാണെന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടിയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ആഗസ്റ്റ് 11 അവർ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അനൗൺസ് ചെയ്തു. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബലൂച്ച് മേഖല ബലൂച്ച് പോരാളികൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് പാകിസ്ഥാൻ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റമോ അല്ലെങ്കിൽ കടന്നു ചെന്നാൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ഭാഗം നിൽക്കുന്ന ആ സംവിധാനങ്ങൾ, ബലൂച്ച് ലിബറേഷൻ ആർമിയും ബലൂച്ച് ഡെമോക്രാറ്റിക് ലിബറേഷനും ഒക്കെ അത്തരത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവർക്ക് അതിന് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ അവർ ആ ഏരിയ അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു. അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും അവരുടെ കുടിയും അല്ലെങ്കിൽ ഭരണവും ഒക്കെ അവർ നടത്തുന്നു എന്നാണല്ലോ. അപ്പം 1971 ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെ ഒരു വിഭജനം ഉണ്ടായിട്ടുണ്ട്. അന്ന് പാകിസ്ഥാനിൽ നിന്ന് ഉപയോഗിച്ചത്. അന്ന് പക്ഷെ നമ്മുടെ സഹായം ഉണ്ടായിരുന്നു. അവരെ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ രാജ്യം ഉണ്ടാക്കുന്നു. ഇന്ദിരാഗാന്ധി അതിനകത്തൊരു പണിയൊക്കെ കൊടുത്താ അല്ലെ പാകിസ്ഥാൻ. അപ്പം അന്ന് പക്ഷേ നമ്മൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശിനെ തിരിച്ചുമാർ പിടിച്ചേരും. കാരണം അവരുടെ സൈനിക ശേഷിയൊക്കെ പോകും. പക്ഷെ ആ അവസ്ഥ അല്ല ഇപ്പം. ഇപ്പൊ ഇതിനകത്ത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ, നാളെ കാലത്ത് എങ്ങനെ ഇടപെടുമോ എന്നുള്ളതിനകത്ത് ഇടപെടാൻ സാധ്യതയില്ല. കാരണം ഇത് ദീർഘകാലത്തെ ഒരു പ്രക്രിയയാണ്. സാറേ, പാകിസ്ഥാന് ഇപ്പം ഈ ബലൂച്ച് മേഖല പിളർന്നാൽ വീണ്ടും ഇത് മൂന്നായിട്ട് വളരാനുള്ള സാധ്യത ഇപ്പൊ പറയുന്നത് വെളിയിലുള്ളത്. അത് ഖൈബർ പത്തൂൺ മേഖല, ഒന്ന് സിന്ധു മേഖല, POKയിലെ വിഷയം നമുക്കറിയാവുന്നു. അപ്പം ഇത് ഏതാണ്ട് സർവനാശത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് ഈ 11 ഇവർ തീരുമാനിക്കാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വതന്ത്ര രാജാവിന്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ബലൂച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ. കലത്ത് എന്ന് പറയുന്ന ഒരു അന്ന് അറിയപ്പെടുന്ന കലത്തെന്ന. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അതായത് നമുക്ക് ആഗസ്റ്റ് 15 സംഭവം അവിടെ ആഗസ്റ്റ് 11 ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നത്. അതാണ് ഈ ബലൂച്ച് പോരാളികൾ ഇപ്പൊ ഈ 11 തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്ന് അവരുടെ. അപ്പം അതിനുശേഷമാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത്. 8 മാസം ഈ സ്വതന്ത്രമായിട്ട് പോയതാണ് ഈ അന്ന് ആഗസ്റ്റ് 11 പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ പാകിസ്ഥാൻ ഈ പ്രദേശത്തെ സൈനികമായിട്ട് പിടിച്ചെടുക്കുന്നത്. ഈ നമ്മൾ പറയുമ്പം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവത്തിനകത്ത് വന്നതാ. പക്ഷെ 1948 ഈ പ്രദേശം സൈന്യത്തെ ഉപയോഗിച്ച് പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്ന അന്ന് തൊട്ട് അവിടെ ബലൂച്ച് ആർമി ഇതിനെതിരാണ്, ജനമെതിരാണ്. പാകിസ്ഥാനുമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ റെയർ മെറ്റീരിയൽസിന്റെ ഒരു കലവറയാണ്. മനസ്സിലായി? അതായത് വളരെ കൂടുതൽ. അതായത് അവിടുന്ന് അതുകൊണ്ട് ചൈന അവിടെ പോയി എയർപോർട്ട് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ മറ്റ് കപ്പൽ വരുന്ന പാതയുണ്ടല്ലോ, വ്യോമമല്ല സീപോർട്ട് ഒക്കെ ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ അവര് പിടിച്ചെടുക്കുകയും അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ബലൂച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ വന്നുകൊണ്ട് അമേരിക്ക അവിടെ ചെന്നിട്ട് ട്രംപിനെ ഒന്ന് ഇറക്കാൻ നോക്കി. പക്ഷെ ട്രംപും അമേരിക്കയ്ക്കും മനസ്സിലായി, കാരണം ട്രംപിനും അമേരിക്കയ്ക്കും പാകിസ്ഥാനെ എങ്ങനെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടിരുന്നാലല്ലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബലൂച്ച് പോരാളികളെ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അമേരിക്കക്കാർ പറഞ്ഞ സാധ്യമാകുന്ന ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ കാര്യം ഇപ്പം ഇതൊരു സ്വാതന്ത്ര്യം ആഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. ഇതിനകത്ത് വിയറ്റ്നാം പോലെയുള്ള രാജ്യം, നമ്മുടെ ഇസ്രായേൽ പോലെയുള്ള രാജ്യം, ഇന്ത്യ പോലെയുള്ള രാജ്യം, ഇത് രാജ്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ UN ഒരു അംഗീകാരവും വലിയ കുറച്ച് രാജ്യങ്ങളുടെ ഈ ഒക്കെ വേണം. ബംഗ്ലാദേശിനും അങ്ങനെ ആയിരുന്നില്ല, പിന്നാണല്ലോ അംഗീകരിച്ചത്. അപ്പം ഇന്ത്യ പോലൊരു രാജ്യം ഇതിനകത്ത് ഈ ഉറ്റുനോക്കും. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഇതിനകത്ത് കടന്നു കയറാൻ പറ്റുന്നുണ്ടോ, ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റുന്നവർക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സപ്പോർട്ട് കിട്ടും. ഇസ്രായേൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ വിയറ്റ്നാം പോലുള്ള രാജ്യത്തിന്റെ ഒക്കെ സപ്പോർട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും നാളെ കാലത്തെ ബംഗ്ലാദേശിന്റെ കൂട്ടി ഇതൊരു രാജ്യമായിട്ട് മാറും. ഇപ്പൊ ബംഗ്ലാദേശ് ഹസീന ഉള്ളപ്പോൾ നമ്മുടെ മിത്രമായിരുന്നു എന്നുള്ളത് ശരിയാ, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നാളെ ഇപ്പം ബലൂച്ച്
മേഖല വരുന്നതിനും ബലൂചിസ്ഥാൻ വരുന്നതിനും ഒക്കെ, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാർ നമ്മളുമായിട്ട് താല്പര്യം, നാളെ കാലത്ത് ഇത് എങ്ങനെ ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരു പ്രദേശത്തിനകത്ത് പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. ഒരു പ്രദേശം, പ്രധാനപ്പെട്ട ഒരു പ്രദേശം, വരുമാന മാർഗം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഏറ്റവും കൂടുതൽ ഏരിയ ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഇതേ അവസ്ഥയിലാണ് ഖൈബർ പക്തൂൺ മേഖല, ഇതേ അവസ്ഥയിൽ POK ഇപ്പൊ എത്ര വട്ടം ഇവിടെ പാറ്റാ സമരം നടന്നപ്പോൾ ആരെയും വെടിവെച്ചു കൊന്നില്ലല്ലോ. POK ഇപ്പൊ എത്ര പേരെ കൊന്നു. അതുപോലെ തന്നെ സാഹചര്യം എന്നാൽ ഏറ്റവും അവസാനം സിന്ധ് മേഖല, ഇതിനകത്ത് ഖൈബർ പക്തൂൺ മേഖല ഇതേ വക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ പാകിസ്ഥാന് വലിയ ഒരു തകർച്ച സംഭവിക്കും. പാകിസ്ഥാൻ തകർച്ച സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പ്രക്ഷോഭങ്ങൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ പാകിസ്ഥാൻ തകർച്ചയുടെ വക്കിലാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അരാജകത്വം അല്ലേ സാർ? അരാജകത്വം എന്ന് പറഞ്ഞാലേ ഇതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. ഇത് 2014 ശേഷമാണ് ഈ പാകിസ്ഥാനകത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഈ 1948 ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. ഇവരെല്ലാം കൂടെ ഇതിന് ശേഷം ഒന്നായത്, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് പോരാടാൻ തുടങ്ങി. അപ്പം അതിനുശേഷം സാർ ഇപ്പം 2014 ശേഷം ഈ ഒരു കഥ പറയുമ്പം ഈ ദോവല് ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പിള്ളേരെടുത്ത് ഈ നമ്മുടെ ശത്രുരാജ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇപ്പം നമ്മളുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം, അല്ലെങ്കിൽ നാടിനകത്ത് വിഘടന രാഷ്ട്രീയം, അല്ലെങ്കിൽ നാട്ടിനകത്ത് അവർ ഇറങ്ങി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു പണി, ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ശത്രുരാജ്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഒരു രാജ്യത്തെ തകർക്കുന്നതിന് യുദ്ധമൊന്നും വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷമായി ബലൂചിസ്ഥാൻ ആർമി അതുവരെ ചത്തു കിടന്നതാ, അത് പൊങ്ങി വന്നു. ഖൈബർ പക്തൂൺ മേഖലയിൽ അമർ ഭീകരവാദികൾ നമുക്ക് അനുകൂലിക്കാനോ, പക്ഷെ അമർക്ക് നല്ല ശക്തിയായിപ്പോ, നല്ല ബലവാ. POK ആൾക്കാരെയൊക്കെ സഹായിക്കുന്നത് അവരാ. അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ ശക്തിയല്ലേ ഇപ്പൊ. അഫ്ഗാനിസ്ഥാൻ ഇപ്പം റഷ്യയുടെ പിന്തുണയൊക്കെ ആയില്ലേ, അല്ലെങ്കിൽ അവിടെ കണ്ട് വട്ടി നടക്കുന്ന അവര്. അപ്പൊ പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കിയത്. ക്ഷീണം ഉണ്ടാക്കിയത് പാകിസ്ഥാൻ. നാളെ പാകിസ്ഥാൻ നമ്മളെ പണിയാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനുമായിട്ട് കൈയൊക്കെ പിടിച്ചറിയാമല്ലോ. വന്നല്ലോ വനമാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ താലിബാൻ വന്നപ്പം ഇനി നമുക്ക് ഒന്നിച്ച് ഇന്ത്യയെ നേരിടാന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം ഒന്നിച്ച് പാകിസ്ഥാനെ നേരിടാൻ നിൽക്കുക ഇന്ത്യയുടെ കൂടെ. ആരാ? അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അഫ്ഗാനിസ്ഥാനും വലിയ ബലമായി. അതായത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് യുദ്ധവും ഇൻഡയറക്റ്റ് യുദ്ധവും. ഒരു രാജ്യത്തെ ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് നമ്മളെ തകർക്കാൻ നോക്കുന്നില്ല, അതല്ല റെസീം ചേഞ്ച് പല രാജ്യങ്ങളും നടത്തിയിട്ടില്ലേ, അമേരിക്ക. നമ്മളും അതുപോലെ ഒരു രാജ്യത്തെ പ്രശ്നം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് ഇതിനകത്ത് നമ്മുടെ പരമാധികാരത്തിനകത്ത് കടന്നു കയറി ഭീകരന്മാരെ കടന്നു കയറി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പൊ അവിടെ ചെയ്തു. നമ്മൾ ചെയ്തപ്പോ അങ്ങ് ഒത്തു, മനസ്സിലല്ലേ? അവന്മാർ ചെയ്ത് ഇതുവരെ ഒത്തിട്ടില്ല. തുർക്കിക്കകത്ത് നമ്മൾ ചെയ്തില്ലേ? തുർക്കിയില് അവിടുത്തെ തുർക്കി അകത്തൊരു പോരാളികളുണ്ടായിരുന്നു. നമ്മളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ UN കൊണ്ട് നമ്മളെ സംഭാവന വെച്ചില്ലേ. തുർക്കിക്കകത്ത് നമ്മൾ അരാജകത്വം ഉണ്ടാക്കും. അവന്മാരിപ്പം ബലമായി വരുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ ഏതായാലും ഇത് പാകിസ്ഥാന് വലിയ തകർച്ചയാണ്. ഈ ഒരു രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ മറ്റു പലയിടത്തും ഇതിനു വേണ്ടി നിൽക്കുന്ന മറ്റു പല, ഞാൻ ഈ പറഞ്ഞ സിന്ധ് മേഖല, POK മേഖല, ഖൈബർ പക്തൂൺ മേഖലയിലൊക്കെ ഇതൊരു ബലമാവും. അത് സാധിക്കുന്നുണ്ട് ബലമാവും. നമ്മുടെ രാജ്യത്തും അങ്ങനെയാണല്ലോ. എത്രയോ രാജ്യമുണ്ട് ഖാലിസ്ഥാൻവാദികൾ പഞ്ചാബ് അല്ലെങ്കിൽ മറ്റൊരു ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ നടക്കാത്തോണ്ടല്ലേ. ഖാലിസ്ഥാൻകാരൻ ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ കാനഡയിലും അമേരിക്കയിലും ഇരുന്നാണ് ഇത് പറയുന്നത്. ഇവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാശ്മീർ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി എത്ര കാലം കൊണ്ട് നടന്നു, ഇപ്പൊ നടക്കുന്നില്ല. നേരത്തെ ആയിരുന്നാലും മൻമോഹൻ സിംഗ് ഇരുന്നപ്പോ കയ്യെ പിടിച്ച് കുലുക്കുകയും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇരുന്നപ്പോ ഇപ്പൊ അത് നടക്കത്തില്ല. അപ്പൊ നടക്കുമെന്ന് കണ്ടാൽ അതിനകത്ത് ഇനിയും നിൽക്കുന്ന ഇടം കൂടി, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ 4ആയിട്ട് തന്നെ പാകിസ്ഥാൻ പിളരാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് വേണം. ഏതായാലും ഇത് പൂർണ്ണമായി എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.